SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GKൻ്റെ ഒരു സീരീസ്. അതിൽ ഹിസ്റ്ററിയാണ് ആദ്യം നോക്കുന്നത്. ഇതുവരെ 5 വീഡിയോസ് ചെയ്തു. അവസാനത്തത് ബുദ്ധിസവും ജൈനിസവും. അപ്പോൾ ഇനി ഉള്ളത് വൈദിക് ഏജിൽ നിന്ന് കണ്ടിന്യൂഷനായിട്ട് മഹാജൻപദ്. ആദ്യം നോക്കാൻ പോകുന്നത് മഹാജനപദ് ആൻഡ് മഗധ എംപയറിൽ. ആദ്യം ഈ മഹാജനപദാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഇന്ത്യേൻ്റെ ഈ ഒരു ഭാഗം, ഇവിടെയാണ് പ്രധാനമായിട്ടും മഹാജനപദങ്ങളുള്ളത്. അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സീരീസോട് നിൽക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റോൺ ഏജിന് ശേഷം കോപ്പറൊക്കെ കണ്ടുപിടിച്ചു. ചാൽക്കോലിത്തിക് ഏജിനെ പറ്റി പറഞ്ഞു. വീണ്ടും അതിന് ശേഷം വൈദിക് ഏജിലേക്ക് എത്തി. വൈദിക് ഏജ് എന്ന് പറയുന്നത് എന്താണ്? അയൺ ഏജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ടൈം പീരീഡ് 1500 BC, ഇത് BC ആണ്. 1500 BCക്കും 1000 BCക്കും ഒക്കെ ശേഷം അയേണിൻ്റെ കണ്ടുപിടുത്തം നടത്തുന്നു. അപ്പോൾ അങ്ങനെ അയേൺ കണ്ടുപിടിച്ച സമയത്ത് ഫോറസ്റ്റ്, അതായത് കൃഷിക്കൊക്കെ ആവശ്യമായിട്ടും പിന്നെ അവരുടെ ഈ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും ഈ അയണിൻ്റെ കണ്ടുപിടുത്തം സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഏർലി വൈദിക് ഏജിൽ നിന്ന് ലേറ്റർ വൈദിക് ഏജിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ അയണിൻ്റെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ ആദ്യം സെൻട്രൽ ഏഷ്യേൻ്റെ ഭാഗത്തുനിന്ന് ആര്യൻസിൻ്റെ മൈഗ്രേഷനെ പറ്റി പറഞ്ഞു. പിന്നീട് അങ്ങനെ മൈഗ്രേറ്റ് വരുന്നവർ ഒരു ചെറിയ കൂട്ടം, അതായത് ഒരു ചെറിയ ട്രൈബായിട്ടായിരുന്നു താമസിക്കുന്നത്. പിന്നെ അത് കുറച്ച് വലുതാവും, സ്വാഭാവികമായിട്ടും വലുതായി ഒരു ജന എന്ന് പറയുന്ന കുറച്ചും കൂടെ വലിയ കൂട്ടം. പിന്നെ അങ്ങനെ അത് വലുതായി ജനപദങ്ങളായി. അതായത് ജൻപദ എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഈ പാദം എന്ന് പറയുന്നത് കാലല്ലേ. അപ്പോൾ അതായത് അങ്ങനെ അവരാ താമസിക്കുന്ന ആ ഒരു ഏരിയ ജനങ്ങൾ ഇടപെടുന്ന ആ സ്ഥലം. പിന്നെ അങ്ങനെ ഇത് എന്തായി, ഇത്തരത്തിലുള്ള ഇത് ആ താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര്. ഇത്തരത്തിലുള്ള കുറേ ചെറിയ ജന കൂടിച്ചേർന്നിട്ട് എന്തായി, മഹാജൻപദായി. അപ്പോൾ ഈ മഹാജൻപദിനെ പറ്റിയിട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ആര്യൻ ഇൻവേഷൻ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇവർ വന്നു. പിന്നീടാണ് വേദിക് പീരീഡിൽ അയേൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ രീതിയിലുള്ള മെഷീൻസ് ആവശ്യമായിട്ട് വരും. ഇരുമ്പിൻ്റെ വെട്ടാനും മറ്റുമൊക്കെ ആയിട്ട് ഫോറസ്റ്റ്, അതുപോലെ അഗ്രികൾച്ചറിൻ്റെ ആവശ്യത്തിന് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയത്തുള്ള അഗ്രികൾച്ചറിൽ എങ്ങനെയാണ്, ഒരു ഭാഗം കൃഷി ചെയ്യും, പിന്നീട് അത് തീയിട്ട് അടുത്ത ഭാഗത്തേക്ക് കൃഷി ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ ഇതിനൊക്കെ ആവശ്യമാവുന്നത് അയേണിൻ്റെ കണ്ടുപിടുത്തമാണ്. പിന്നെ ഇത്തരത്തിൽ കൂട്ടായിട്ട് താമസിക്കാൻ മഹാജനപദങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ഈ കുരു എന്ന് പറയുന്ന, ഇതിപ്പോൾ ഈ 16 എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 1, 2 അങ്ങനെ 16 എണ്ണം. ആദ്യമായിട്ട് ഈ കുരുവിനെ പറ്റി പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഒരു ദശരഥ വാറിനെ പറ്റിയിട്ട് വാർ ഓഫ് 10 കിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഭരത് എന്ന് പറയുന്ന ഒരു ക്ലാനും അതുപോലെ 10 മറ്റ് ക്ലാൻസുമായിട്ട്, അതിൽ 5 ആര്യൻ ക്ലാൻസും 5 നോൺ ആര്യൻ ക്ലാൻസും ചേർന്നിട്ടുള്ള 10 കിങ്സുമായി ചേർന്നിട്ടുള്ള ഒരു വാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു ഈ ഭരത് ക്ലാനിലെ ശൂദ്രാസ് എന്ന് പറയുന്ന രാജാവും അതുപോലെ തന്നെ ഈ 10 ക്ലാനിലെ ഒരു രാജാവായിരുന്നില്ലേ പുരൂസും കൂടി ചേർന്നിട്ടാണ് പുതിയൊരു വലിയ ക്ലാൻ ഉണ്ടാകുന്നത്. അതാണ് ഈ കുരു എന്ന് പറയുന്ന ക്ലാൻ. അപ്പോൾ പിന്നെ ഈ പാണ്ഡവന്മാർ, കൗരവന്മാർ ഒക്കെ നമ്മൾ ആ കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ പറയുന്നത് ഈ കുരു ക്ലാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുണ്ടാവുന്നത് ഈ രീതിയിലായി. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഹിസ്റ്ററിയിലെ ഒരു കണക്ഷൻ കിട്ടി. ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ദശരഥ വാർ. അപ്പോൾ അതിലെ ഭരത് ക്ലാനിലെ ശൂദ്രാസും ഇതിലെ ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്ന പുരൂസും കൂടെ ചേർന്നിട്ടാണ് കുരു ക്ലാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ മഹാജനപദങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ SSCയിൽ നമ്മളിപ്പം 16 മഹാജനപദങ്ങൾ ഉണ്ട് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 16 എന്നുള്ള നമ്പർ എവിടുന്ന് വന്നു എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ആ സമയത്തെ ഒരുപാട് ടെസ്റ്റുകൾ, ഏറ്റവും ആദ്യം പറയുന്നത്
ഇതിന് തെളിവായിട്ട് ഈ മഹാജനപദങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ സോഴ്സ് ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ സമയത്തെ സാൻസ്ക്രിത് ഗ്രാമർ, അതായത് ഏറ്റവും പഴക്കമുള്ള സംസ്കൃത ഗ്രാമറിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് ഈ പാണിനിയുടെ അഷ്ടധ്യായിയാണ്. അതായത് 8 അധ്യായങ്ങൾ, അഷ്ടാധ്യായി. പാണിനിയുടെ അഷ്ടധ്യായിയാണ് ഏറ്റവും പഴക്കമുള്ള സാൻസ്ക്രിത് ഗ്രാമർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 40 ജനപദങ്ങളെ പറ്റിയിട്ട് 16 40 ജനപദങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ജനപദങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. പക്ഷേ അതെന്താണ്, 40 ജനപദങ്ങളെ, മഹാജനപദമല്ല, ജനപദത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പാണിനിയുടെ അഷ്ടധ്യായി, സാൻസ്കൃതിലെ ഏറ്റവും പഴയ ഗ്രാമർ ബുക്ക്. അടുത്തത് പറയുന്നത് സാൻസ്കൃത് കഴിഞ്ഞിട്ട് ഈ പാലി, അതുപോലെ തന്നെ പ്രാകൃത ഭാഷയിലൊക്കെയാണ് അവിടെ മറ്റ് ലിറ്ററേച്ചർ ബുക്സ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ അംഗുത്തര നിക്കായ, അതായത് ഈ പറയുന്ന അംഗുത്തര നിക്കായ എന്നുള്ള പുസ്തകത്തിൽ ഒരു ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറാണ്. അതിലാണ് ഈ 16 മഹാജനപദങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, 16 മഹാജനപദങ്ങൾ. അത് മെൻഷൻ ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആയിട്ടുള്ള അംഗുത്തര നിക്കായ എന്ന ടെക്സ്റ്റിലാണ്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റിൻ്റെ തന്നെ മറ്റൊരു പുസ്തകമായിട്ടുള്ള ദിഗനിക്കായയിൽ 12 മഹാജനപദങ്ങളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം സാൻസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള അഷ്ടധ്യായി പാണിനിൻ്റെ, അടുത്തത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ അംഗുത്തര നിക്കായ 16 പറ്റിയിട്ട്, മറ്റൊരു ദിഗനിക്കായയിൽ 12. ഇതുപോലെ തന്നെ മറ്റൊരു ജൈന ലിറ്ററേച്ചർ ആ സമയത്ത് തന്നെയുള്ള ഭഗവതി സൂത്രയിലും ഇതിനെപ്പറ്റി മെൻഷൻ ഉണ്ട്, മഹാജനപദങ്ങളെ പറ്റി മെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റോൺ ഏജിലായാലും ഇൻഡസ് വാലിയിലായാലും ഏതെങ്കിലും ഒരു ക്ലാനിനെ പറ്റിയിട്ടോ മഹാജനപദങ്ങളെ പറ്റിയിട്ടോ ഒന്നും പഠിക്കുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ ഒരു പൊളിറ്റിയായിട്ട് രൂപപ്പെടുന്നത് മഹാജനപദങ്ങളാണ്. പിന്നെ ഈ 16 മഹാജനപദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ ഈ 16 പേര് പഠിക്കണം. പിന്നെ ഏകദേശം ഇന്നത്തെ ഇന്ത്യയിൽ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അത് ഏകദേശം ഒരു 16 പേര് പഠിക്കണം. പിന്നെ അതിൻ്റെ ഏകദേശം ഇപ്പോഴത്തെ ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ സമയത്തെ മഹാജനപദങ്ങൾ ഒന്നുകിൽ മൊണാർക്കിയിലായിരിക്കും, അതായത് ഒരു രാജാവിൻ്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ റിപ്പബ്ലിക്, ഒലിഗാർക്കി എന്ന് പറയും. അതായത് റിപ്പബ്ലിക്കും മൊണാർക്കിയും തമ്മിലുള്ള വ്യത്യാസം, മൊണാർക്കിയിൽ എന്ന് പറയുമ്പോൾ ഒരു രാജാവ് ഉണ്ടാവും, ഒരാളായിരിക്കും അത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ, അതായത് ഒരാൾക്ക് പകരം ചിലപ്പോൾ ഒരു കമ്മിറ്റി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ അത് ചിലപ്പോൾ 3, 4, 5 ആളുണ്ടാവും. ഇങ്ങനെ ഒരാൾക്ക് പകരം ഒരുപാട് ആളുകൾ ചേർന്ന് മൾട്ടിപ്പിൾ ഡിസിഷൻ മേക്കേഴ്സിനുള്ളതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇപ്പം ഇതേ സാധനം നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ ഒരു റിപ്പബ്ലിക്കിനെ പറ്റി പറയും. അതും ഇതും ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ തലവനുള്ളതാണ് റിപ്പബ്ലിക്. എലക്റ്റഡ് ഹെഡ് എന്നുള്ളതാണ് റിപ്പബ്ലിക്. പക്ഷെ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് രാജാവിന് പകരം ഒരു മൾട്ടിപ്പിൾ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 3000 വർഷം മുമ്പുള്ള ഹിസ്റ്ററി അല്ലേ. ഇത് പിന്നെ വെസ്റ്റേൺ റിപ്പബ്ലിക്കിൻ്റെ ഐഡിയ ആണ് ഈ എലക്റ്റഡ് ഹെഡ് എന്നുള്ളത്. ഇത് ഓർമ്മിക്കാനായിട്ട് ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല, ബ്രിട്ടനിൽ രാജാവാണ് ഹെഡ്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല. അത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ റിപ്പബ്ലിക് എന്താണെന്ന് മനസ്സിലാവും. ഒരു എലക്റ്റഡ് ഹെഡ് ഉള്ളതാണ് ഇപ്പം നമ്മൾ പൊളിറ്റിയിൽ പഠിപ്പിക്കുന്ന റിപ്പബ്ലിക്. ഇവിടെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വേർഡ് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ ഡിസിഷൻ മേക്കേഴ്സ്. ഈ തന്നിട്ടുള്ള 5 മഹാജനപദങ്ങൾ 16 5 ഇത്തരം റിപ്പബ്ലിക്കുകളാണ്. ബാക്കിയുള്ള അന്നേരം 11 എന്തായിരിക്കും, ഈ രാജാവ് ഭരിക്കുന്നതായിരിക്കും, മൊണാർക്കിയിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ റിപ്പബ്ലിക് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനുണ്ടാവും. ആദ്യം 16 പഠിച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് നോക്കാം. കുരു, കംബോജ, വജ്ജി, മല്ല, അസഗ. അപ്പോൾ ഇത് കോഡായിട്ട് വക്കം എന്ന് ഓർമ്മിക്കാം. വക്കം മൗലവിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വക്കം എന്നുള്ള വാക്ക് ഓർമ്മിച്ച് കഴിഞ്ഞാൽ വി വജ്ജി, എ അങ്ക, എ അസക, കെ കുരു, കംബോജ, മല്ല. കോഡായിട്ട് വക്കം എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഓർമ്മ വെക്കും. വി വജ്ജി, എ അസക, അസ്മക, കെ കുരു, കെ കംബോജ, എം മല്ല. ഇത് ഓരോന്നിൻ്റെ ലൊക്കേഷൻ വന്ന ശേഷം ഒന്നുകൂടി ഇങ്ങോട്ട് വരാം. ഇനി പഠിക്കേണ്ടത് ഈ 16 പേരും അതുപോലെ ഇതിൻ്റെ ഏകദേശ ലൊക്കേഷനുമാണ്. ഈ ലൊക്കേഷൻ പഠിക്കുന്നത് ഡയറക്റ്റ് എക്സാമിന് ആവശ്യം ഉണ്ടാവില്ലെങ്കിലും
ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മഗധ മഗധയാണ് ഈ 16 എണ്ണത്തിൽ ഇനി പഠിക്കാൻ പോകുന്നതാണ്. ഈ മഗധയാണ് ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ട് അവസാനം ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആയിട്ട് വരാൻ പോകുന്നത്. ഈ മഗധയാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ മഗധ എംപയർ ആദ്യം അങ്കയെ ഈ പറയുന്ന ഈ മഹാജനപദത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. അപ്പോൾ നമുക്ക് ഈ അങ്കേൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇങ്ങ് ദൂരെയുള്ള ഈ അവന്തിയിലേക്ക് ഇവിടുന്ന് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഫിസിഷ്യനെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇത് ലേശം ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കലി നമുക്ക് ഇവർ തോൽപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു അലയൻസ് രൂപപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും പൊസിഷൻ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇനി വരാൻ പോകുന്ന മഗധ എംപയർ പഠിക്കുമ്പോൾ ഇത് എളുപ്പമാവും. അപ്പോൾ ഈ 16 എണ്ണം എവിടെയാണെന്ന് നോക്കാം. ഇതാണ് ഇനി പഠിക്കേണ്ടത്, മഹാജനപദവും അതിൻ്റെ ക്യാപിറ്റൽസും. ഇതിങ്ങനെ ഓരോ 16 എണ്ണത്തിൻ്റെ ക്യാപിറ്റൽസ് ആണ് കാണാപ്പാഠം പഠിക്കേണ്ടത്. ഇതാണ് ഷുവർ ക്വസ്റ്റ്യൻ എക്സാമിൽ. ആദ്യത്തെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഒന്നാമത്തെ നോക്കാം, കംബോജ. ഇതാണ് ഒന്നാമത്തെ മഹാജനപദ. അത് നമുക്ക് ഏകദേശം ലൊക്കേഷൻ മനസ്സിലാവില്ല. ഇന്ന് ഇന്ത്യേൻ്റെ പുറത്തായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ഗാന്ധാര. ഇവിടെയാണ് നമ്മുടെ തക്ഷശില യൂണിവേഴ്സിറ്റിയൊക്കെ വരുന്നത്, ഇവിടെയാണ് ഈ ഗാന്ധാരയിൽ. അതുപോലെ കാംബോജയിലാണ് പൂഞ്ച എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. അത് നോക്കാം. അപ്പോൾ ആദ്യം കംബോജ, പിന്നെ ഒരു ഗാന്ധാര. പിന്നെ അടുത്തത് വരുമ്പോൾ മൂന്നാമത്തത്, ഇവിടെ രണ്ടെണ്ണം ഒരു സെറ്റായിട്ട് പഠിക്കുക. ഈ കാംബോജിയും ഗാന്ധാരിയും ഒരു സെറ്റായിട്ട് പഠിക്കുക. പിന്നെ അടുത്തത് ഈ കുരു എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡൽഹിയൊക്കെ നിൽക്കുന്ന ഏകദേശം ആ ഒരു സ്ഥലം കുരു എന്ന് പറയും. അപ്പോൾ ഏകദേശം നമുക്ക് ലൊക്കേഷൻ മനസ്സിലാവില്ല. ഇപ്പോൾ ഇത് ഗുജറാത്ത്. അപ്പോൾ ഈ കുരു എന്ന് പറയുന്നത് ഡൽഹിയൊക്കെ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രപ്രസ്ഥം എന്നുള്ളത് നമ്മൾ കേൾക്കുന്നത് ഈ പാണ്ഡവന്മാരുടെ ക്യാപിറ്റലാണ് ഇന്ദ്രപ്രസ്ഥം. മഹാഭാരതത്തിൽ പാണ്ഡവന്മാരുടെ ക്യാപിറ്റലാണ് ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് എപ്പോഴും ഒന്നാണ് ഒരു രാജ്യത്തിൻ്റെ ബ്രെയിൻ. ഇപ്പം നമ്മളെ ക്യാപിറ്റൽ, ഇന്ത്യേൻ്റെ ക്യാപിറ്റലും ഡൽഹി, കുരു. അടുത്തത് പാഞ്ചാല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഇങ്ങനെ ഒരു 7 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ പഠിക്കുക. കുരു, പാഞ്ചാല, അടുത്തത് കോസല കഴിഞ്ഞിട്ട് മല്ല. അപ്പോൾ ഒരു 4 എണ്ണം ഇങ്ങനെ. ഇതിപ്പോൾ 4 ഏകദേശം UPയുടെ ഭാഗത്താണ് വരുന്നത്. മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. കുരു എന്ന് പറയുമ്പോൾ ഡൽഹി, അത് കഴിഞ്ഞ പാഞ്ചാല, കോസല, മല്ല, ഇതെന്തായി, ആ UPയുടെ ഒരു ഭാഗത്തായി ഈ 4 എണ്ണം. പിന്നെ വരുന്നത് വജ്ജി, ഈ വൃജ്ജി അഥവാ വജ്ജി എന്ന് കാണിക്കുന്നത്, അത് വജ്ജി. അടുത്തത് അങ്കയാണ് ഏറ്റവും ഈസ്റ്റ് എൻഡിൽ വരുന്ന മഹാജനപദയാണ്. ഏറ്റവും അറ്റത്തുള്ളതാണ് അങ്ക. അതുപോലെ തന്നെ അടുത്തത് മഗധ, നമ്മളെ പാറ്റ്നയിൽ, ബീഹാറിൽ തന്നെ. അപ്പോൾ ഇത് മൂന്നും ഏകദേശം എവിടെയാണെന്ന് ആലോചിക്കുക. വജ്ജി, അങ്ക, മഗധ, ഇത് മൂന്നും ബീഹാറിൽ. പിന്നെ അടുത്തത് UPയിൽ തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാശി, അതായത് വാരണാസി. നമ്മൾ അയോധ്യ ഒക്കെ സ്ഥിതി ചെയ്യുന്ന കാശി, വാരണാസി, ബനാറസ് എന്നൊക്കെ അറിയപ്പെടുന്ന കാശി. അപ്പോൾ ഇവിടുന്ന് അതുപോലെ തന്നെ ഒരു 3 എണ്ണം ഒരു സെറ്റായിട്ട് നോക്കുക. ഈ കാശി, വത്സ, സുരസേന, ഇത് മൂന്നും ഒരു സെറ്റായിട്ട് നോക്കുക. കാശി, വത്സ, സുരസേന. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ എത്ര എണ്ണമായി? ഇവിടെ 2 എണ്ണമായി. പിന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം. ഇവിടെ ഇങ്ങനെ ഒരു 2 ലൈനായിട്ട് ഒരു 10 എണ്ണം ഓർമ്മിക്കുക. പിന്നെ അടുത്തത് വരുന്നതാണ് ഒരു 3 എണ്ണം ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ ആലോചിക്കുക. മത്സ്യ, അവന്തി, ചേടി. അതായത് മത്സ്യ, അവന്തി, ചേടി, ഇതിങ്ങനെ ഒരു 3 എണ്ണം ആലോചിക്കുക. മത്സ്യ എന്ന് പറയുമ്പം രാജസ്ഥാൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അവന്തി എന്ന് പറയുമ്പോൾ ഉജ്ജയിനി എവിടെ വരുന്നത്? ഇന്ത്യൻ്റെ നടുവിൽ ഏകദേശം മധ്യപ്രദേശ് ഭാഗത്തായിട്ട് വരുന്നതാണ് അവന്തി. അതുപോലെ തന്നെ ചേടി, ഇതും ആ UP മധ്യപ്രദേശ് ബോർഡർ ആ ഭാഗത്ത് വരുന്നത് ചേടി. അപ്പോൾ അങ്ങനെ 10ഉം പിന്നെ ഒരു 3. പിന്നെ ഏറ്റവും താഴെ ഈ 16 എണ്ണത്തിൽ ഏറ്റവും സൗത്തിൽ വരുന്നതാണ് അസ്മക അഥവാ അസ്മക എന്ന് പറയുന്നത്. അസക അഥവാ അസ്മക. ഈ ചിലയിൽ അസ്മക എന്നുണ്ടാവും, ചിലയിൽ അസക്ക എന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഏറ്റവും സൗത്ത്. അപ്പോൾ ഏറ്റവും മേലെ കംബോജിയും ഗാന്ധാരിയും, അതായത് ഗാന്ധാരിയും അതുപോലെ കംബോജിയും 2 എണ്ണം.
ഒരു സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. കുറച്ച് നമ്മളെ നോർത്തിൽ അങ്ങ് കാശ്മീരിൻ്റെയും മേല, അതിപ്പോൾ എന്തായി പാകിസ്ഥാൻ്റെ ഭാഗത്തും കാശ്മീരിൻ്റെ മേലെയായിട്ട് ഗാന്ധാരിയും കമ്പോജിയും. പിന്നെ ഇവിടെ വരുന്ന യു പിയിൽ ഇവിടെ ഒരു 4 പിന്നെ അടിയിലൊരു 3, ഒരു 7 എണ്ണം ഒരുമിച്ച്, അതുപോലെ ഇവിടെ ഒരു 3. അപ്പോൾ ഇതെങ്ങനെ നോക്കാം? നമ്മളെ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥം കുരു, പിന്നെ പാഞ്ചാല, അതിനുശേഷം കോസല, ഇവിടെ കോസല, പിന്നെ മല്ല, ഒരു 4 എണ്ണം ഒരു സെറ്റ് പോലെ. അതിന് ശേഷം ഇപ്പോൾ യു പിയിൽ നിന്ന് ഏകദേശം നമ്മൾ ബീഹാറിൻ്റെ ഒക്കെ ഒരു ഭാഗം വരുന്നത്, ബീഹാർ, ബംഗ്ലാദേശിൻ്റെ, വെസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ ഒരു ഭാഗം വരുന്നത് വൈശാലി അഥവാ വജ്ജി, അങ്ക, പിന്നെ ഒരു മഗധ. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മളെ കാശി, വത്സ, ശുരസേന. ഇങ്ങനെ ഒരു 10 എണ്ണം ഒരു സെറ്റായിട്ട് പഠിക്കാം. അടുത്തത് ഇവിടെ വരുമ്പോൾ അതുപോലെ തന്നെ MAC എന്ന് പറയുമ്പോൾ നമ്മളെ ആപ്പിളിൻ്റെ മാക് ബുക്ക് എന്ന് ഓർമ്മിക്കുക. മാക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളായിട്ട് ഓർമ്മിച്ച് കഴിഞ്ഞാൽ MAC മാക്ക്. പിന്നെ ഏറ്റവും അവസാനം അസ്മാക അല്ലെങ്കിൽ അസക, AS അസ്മാക അഥവാ അസക. അപ്പോൾ ഇത് ഞാൻ വരച്ച് ഏകദേശം ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഇതിപ്പം ഗുജറാത്തിൻ്റെ മേല നോർത്തിലാണ് ബാക്കിയുള്ളതൊക്കെ, സൗത്തിലേക്ക് വരുന്നത് മഹാരാഷ്ട്രയിൽ വരുന്നത് ഈ അസക മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഓർമ്മിച്ച് കഴിഞ്ഞാൽ 16 എണ്ണത്തിൻ്റെയും ഏകദേശം ലൊക്കേഷൻ മനസ്സിൽ വരും. കാശ്മീരിൻ്റെയും മേല ഇതിപ്പോൾ ഏകദേശം ഇവിടെയാണ്, ഗാന്ധാര, കമ്പോജ. ഇത് ഞാൻ ഓർമ്മിക്കുന്നത് ഇവിടെ ഒരു ഗാന്ധിജീനെ ഓർമ്മിക്കുക. ഗാന്ധിജി ഇങ്ങനെ ഒരു വടി കയ്യിൽ പിടിക്കുന്നതായിട്ട് ഓർമ്മിക്കുക. അപ്പോൾ ഗാന്ധിജീൻ്റെ കയ്യിലൊരു കമ്പ്, ഗാന്ധിജീൻ്റെ കയ്യിലൊരു കമ്പ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഗാന്ധാര, കമ്പ് എന്ന് പറയുമ്പോൾ കമ്പോജ. അപ്പോൾ അത് രണ്ടും അവിടെ കിട്ടി, ഗാന്ധാര, കമ്പോജ്. അപ്പോൾ ഇതെവിടെയാണ്? കാശ്മീരിൻ്റെ ഭാഗത്ത്. പിന്നെ അടുത്തത് നമ്മൾ UP ബീഹാർ ബെൽറ്റിൽ ഈ ഒരു 4 പിന്നെ ഒരു 3. ഇപ്പോൾ ഈ ഏകദേശം എന്താണ് ഇവിടെ ഏകദേശം UP ബീഹാറായി കൂട്ടിക്കഴിഞ്ഞാൽ ബീഹാറിൽ 3 എണ്ണം കൂട്ടുക, ബാക്കിയുള്ള ഈ 7 എണ്ണം ഇപ്പുറത്ത്. 7 UP ഏകദേശം 7 കറക്റ്റ് ആയിരിക്കില്ല, എന്നാൽ പഠിക്കാൻ 7 ബീഹാറിൽ 3 കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ കോഡ് ഇതാണ് KPKM. അപ്പോൾ ഞാൻ ഓർമ്മിക്കൽ KP കേശവമേനോൻ എന്നാണ്, KP കേശവമേനോൻ. പിന്നെ വാഡ എമ്മിന് എന്താ വാഡ മകനെ എന്നായിട്ട് വിളിക്കുക, VAM വാഡ മകനെ. പിന്നെ കാശി UP പ്രധാനപ്പെട്ട, വാരണാസി എന്തായാലും ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ സിറ്റി എന്ന് പറയുന്നത് കാശിയാണ്. ഓൾഡസ്റ്റ് ഇന്ത്യൻ സിറ്റി എന്ന് പറയുന്നത് വാരണാസി അല്ലേ. അപ്പോൾ അതുകൊണ്ട് KP കേശവമേനോൻ, വാഡ മകനെന്നോ എം വെച്ചിട്ട് എന്തെങ്കിലും വിളിക്കുക, KP കേശവമേനോൻ, വാഡ VAM വാഡ മകനെ. പിന്നെ കാശി, വത്സ, ശിവസേന, ഇത് 3 SVK. പിന്നെ അടുത്തത് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരക്കുക, എന്നിട്ട് MAC അല്ലെങ്കിൽ MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും MCA എന്നോ MAC എന്നാണ് ഞാൻ പഠിച്ചത്, MAC. പിന്നെ ഏറ്റവും അവസാനം അസ്മക, S എന്ന് പറഞ്ഞ ബാക്കല്ലേ, അപ്പോൾ ഏറ്റവും അടിയിൽ S അഥവാ അസ്മക. അപ്പം ഇങ്ങനെ പഠിച്ചാൽ എന്തായി? ഈ 16 എണ്ണവും നമ്മൾ 3-4 സെറ്റായിട്ട് പഠിച്ചു. ഇവിടെ ഒരു ഗാന്ധാര, കമ്പോജ, പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു 7 എണ്ണം KP കേശവമേനോൻ, KPKM. അപ്പോൾ K എന്ന് പറയുമ്പം ആദ്യം ഡൽഹിയിൽ ഓർമ്മിക്കുക കുരു, പിന്നെ പാഞ്ചാല, പിന്നെ കോസല, പിന്നെ അവസാനം മല്ല, പിന്നെ വാഡ മകനെ, വജ്ജി, അങ്ക വേറൊന്ന് ഓർമ്മിക്കണം, ഏറ്റവും ഈസ്റ്റേൺ എൻഡിലുള്ളതാണ് അങ്ക, അതിൻ്റെ ഇതാണ്. പിന്നെ ബീഹാറിൽ തന്നെ വരുന്നതാണ് മഗധ, ഇതാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് പിന്നീട് വരുന്നത്. പിന്നെ ഇവിടെ എന്ത് വരും? വാരണാസി അഥവാ കാശി, വത്സ, ശുരസേന, ഇത് ഇങ്ങനെ ഓർമ്മിക്കുക SVK എന്നുള്ളത്. പിന്നെ ഇവിടുന്ന് നമ്മളെ രാജസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, MAC മാക്ക്. M എന്ന് പറയുമ്പോൾ എന്താണ്? മത്സ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ഓർമ്മിക്കുന്നത് സാധാരണ മീനുണ്ടല്ലോ, മീൻ ചില മീൻ ചളിയിൽ നിന്ന് കിട്ടും, ചേടി മണ്ണ് എന്നെല്ലാം പറയുന്നില്ല, ചേടി. ഇത് ചേടിയാണ്, ചേടി എന്ന് പറയുമ്പോൾ ചളി. മീന് മത്സ്യ എന്ന് പറയുമ്പോൾ മീൻ, ചേടി എന്ന് പറയുമ്പോൾ ചളിന്നോ ചേടിയെന്ന് പറയുക. ഇത് ആ വണ്ടിന്നോ അവന്തിന്നാണ്, എന്ന് പറഞ്ഞാൽ അവന്തി,
അത് അവന് അഥവാ അവന്തി അങ്ങനെ എന്തൊക്കെ ഓർമ്മിക്കുക. പിന്നെ അവസാനം ഒരു അസ്മക, അത് ആസ് എന്ന് പറയുക, എസ് എന്ന് അറിയിക്കുക, എന്തെങ്കിലും അറിയിക്കുക, അസ്മക. ഇതാണ് മഹാരാഷ്ട്ര ഭാഗത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഈ 16 എണ്ണം. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇപ്പം ഏകദേശം ഇനിയിപ്പോൾ ഇത് 2-3 പ്രാവശ്യം വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ ഏകദേശം കിട്ടും. പിന്നെ ഇനി ഓരോന്നിൻ്റെയും ക്യാപിറ്റൽ, ഓരോന്നിൻ്റെ ആയിട്ട് ക്യാപിറ്റൽ നോക്കാം. ആദ്യം പറഞ്ഞത് ഏറ്റവും ഈസ്റ്റേൺ എൻഡിലെ അങ്ക. അങ്ക എന്ന് പറയുമ്പം എനിക്ക് മനസ്സിൽ വരുന്നത് കൈ കാലിനൊക്കെ അംഗങ്ങൾ എന്ന് പറയില്ല, അങ്ക. അപ്പോൾ ചാമ്പ എന്ന് പറയുമ്പോൾ ചാമ്പക്ക, നമ്മളെ സാധാ ചാമ്പക്ക കൈ നീട്ടി പറിച്ചു എന്നാലോചിക്കുക. അതായത് അങ്ക എന്ന് പറയുമ്പോൾ കയ്യാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ക കൈ നീട്ടിയിട്ട് ചാമ്പക്ക പറിച്ചു, അപ്പോൾ ചാമ്പ. അടുത്തത് മഗധ. മഗധ എന്ന് പറയുമ്പം ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ, ഇതിലെ ഓരോ ഡൈനാസ്റ്റികളെ പറ്റി അതിലെ റൂളേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓർമ്മ വരും. ഈ രാജഗിർ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ക്യാപിറ്റൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, 5 മലകളിൽ ചുറ്റപ്പെട്ടിട്ടാണ് രാജഗിർ ഉള്ളത്, ഇതിൻ്റെ ലൊക്കേഷൻ. അതുപോലെ പാടലിപുത്ര എന്ന് പറയുന്നത് ഇന്നത്തെ ബീഹാറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പാറ്റ്നയാണ്. ഈ പാറ്റ്നയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മളെ ഗംഗാ നദി ഒഴുകി അതിലേക്ക് കോസി നദി വരുമ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പാറ്റ്ന ഉള്ളത്. അപ്പോൾ ഈ മഗധ ഇത് നമ്മൾ ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയി പഠിക്കുന്നതുകൊണ്ട് ഇത് ഓർമ്മ വരും. മഗധേൻ്റെ ക്യാപിറ്റലാണ് ആദ്യം രാജഗിർ, പിന്നെ അത് മാറിയിട്ട് പാടലിപുത്രയായി. അടുത്തത് കാശി. കാശി എന്ന് പറയുന്നത് നമ്മളെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ സിറ്റി എന്നറിയപ്പെടുന്ന, നമ്മളിപ്പോൾ വാരണാസി, ബനാറസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കാശി. പിന്നെ വാരണാസി എന്നുള്ള പേര് വന്നത് ഈ വരുണ പ്ലസ് അസി 2 നദികളുടെ പേരാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അവസാനം ഒരു മറ്റേ ഫാലിമി എന്ന് പറഞ്ഞ സിനിമയിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കാണിക്കുന്നുണ്ട്. ഈ കാശി എന്നുള്ളത്, കാശീൻ്റെ പേരാണ് വാരണാസി, ഇതിൻ്റെ തന്നെ വേറെ പേരാണ് ബനാറസ്. കറക്റ്റ് ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മറ്റേ ഇത് കാണിക്കുന്നില്ലേ, UK, ലണ്ടൻ, ബ്രിട്ടൻ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ കാശീൻ്റെ ക്യാപിറ്റലാണ് വാരണാസി. അടുത്തത് വത്സ. വത്സ എന്ന് പറയുമ്പം ഇതിൻ്റെയൊക്കെ ഈ ലൊക്കേഷൻ പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വത്സ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ആ സ്ഥലം ഓർമ്മ വരും. GK, KP. ഈ വത്സ എന്ന് പറയുന്നത് ഏതാണ്? കാശീൻ്റെയും ശൂരസേനേൻ്റെയും ഒക്കെ ഇടയിലുള്ളതാണ് ഈ വത്സ. അപ്പോൾ വത്സ ഓർമ്മിക്കേണ്ടത്, ഈ വത്സ എന്നൊക്കെ വിളിക്കുക ഈ വലിയ പിന്നെ സന്യാസിമാരല്ലേ വത്സ, ഹേ വത്സ എന്നെല്ലാം വിളിക്കല്. അപ്പോൾ അത് ശിഷ്യന്മാരെ വിളിക്കുന്നതല്ലേ. അപ്പോൾ മൂപ്പർക്ക് എന്താ വെച്ചാൽ ഈ മൂസമ്പി ജ്യൂസ് കുടിക്കും. അപ്പോൾ ശിഷ്യന്മാരോട് പറയും ഒരു മൂസമ്പി ജ്യൂസ് കലക്കി കൊണ്ടുവരാൻ. അപ്പോൾ വത്സേൻ്റെ ക്യാപിറ്റൽ മൂസമ്പി എന്ന് ആലോചിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കൗസുംബിയിലേക്ക് എത്തുക. ഞാനിതിങ്ങനെ ഓർമ്മിച്ച് ഈ വത്സ കൗസുംബി ഇത് കണക്ട് ചെയ്തിട്ട് ഒരേപോലെ പറഞ്ഞാൽ ഓർമ്മിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ശിഷ്യന്മാരോട് മൂസമ്പി ജ്യൂസ് അടിച്ചിട്ട് വരാൻ പറയുക, വത്സ കൗസുംബി, ഒരു മൂസമ്പി. അടുത്തത് കോസല. കോസലക്ക് 2 ക്യാപിറ്റൽ കാണിക്കലുണ്ട്. എക്സാമിന് ഇതാണെന്ന് ചോദിക്കുക, ഈ ശ്രാവഷ്ടി. പിന്നെ അയോധ്യയും കോസലേൻ്റെ ക്യാപിറ്റലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ശ്രാവഷ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഇത് പഠിച്ചത് ഈ കോസല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഷാള് എന്ന് പറഞ്ഞിട്ടുള്ളൊരിത് കിട്ടുമല്ലോ, ഷാള്. അപ്പോൾ ഈ ഷാള് എന്നുള്ളത് ഓർമ്മിക്കുക. കോസല എന്ന് പറയുമ്പോൾ ഷാളിലേക്ക് എത്തുക. പിന്നെ ഷാള് പോലെ തന്നെയാണ് ഈ വേഷ്ടി. ഈ ആണുങ്ങൾ പിന്നെ അമ്പലത്തിലെല്ലാം പോകുമ്പോൾ മേലെ വയസ്സന്മാരിൽ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വേഷ്ടി. അപ്പോൾ ഇതാണ് ഈ ശ്രാവഷ്ടി. ശ്രാവഷ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വേഷ്ടി എടുക്കുക. അപ്പോൾ ഈ ഷാളും വേഷ്ടിയും തമ്മിൽ കണക്ട് ചെയ്യുക. ഷാള് പോലെ തന്നെയല്ലേ വേഷ്ടി. അപ്പോൾ കോസല എന്ന് പറയുമ്പോൾ ഷാള്, അതിൻ്റെ അകത്ത് നിന്ന് ശ്രാവസ്തി എന്ന് പറയുമ്പോൾ ശ്രാവേഷ്ടി, വേഷ്ടിയിലേക്ക് എത്തുക. അപ്പോൾ കോസല ഷാള്, ശ്രാവഷ്ടി ശ്രാവേഷ്ടി, ഷാളും വേഷ്ടി. അടുത്തത് അയോധ്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടത് മറ്റേ ബാബറി മസ്ജിദ് പള്ളി, അയോധ്യ കേസ്. അപ്പോൾ അയോധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? രാംലല്ലയല്ലേ, അതായത് ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് അയോധ്യ. ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ്. ഈ ശ്രീരാമനെ വേറൊരു പേര് വിളിക്കലുണ്ട്, കോസൽപൂർ രാജ എന്നാണ് ശ്രീരാമനെ വിളിക്കൽ. കോസൽപൂർ രാജ, അതായത് കോസൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവ്, ആ അർത്ഥത്തിൽ കോസൽപൂർ രാജ എന്നാണ് ശ്രീരാമനെ വിളിക്കുക. അത് അറിയുന്നവർക്ക് ഇത് എളുപ്പമാണ്. കാരണം ശ്രീരാമൻ ജനിച്ച സ്ഥലമായതുകൊണ്ടാണല്ലോ അയോധ്യയിൽ അമ്പലം പണിയാൻ വേണ്ടിയിട്ട് പ്രശ്നമായത്. അപ്പോൾ ശ്രീരാമനെ വിളിക്കുന്ന പേരാണ് കോസൽപൂർ രാജ. അതുകൊണ്ട് ശ്രീരാമൻ്റെ ജന്മസ്ഥലം അയോധ്യ, അങ്ങനെ ഓർമ്മിക്കാം. കോസല, ശ്രാവഷ്ടി അഥവാ അയോധ്യ. അതായി. അപ്പോൾ ആദ്യത്തെ 5 എണ്ണമായി. ഇനിയിപ്പോൾ അടുത്തത് 6ാമത്തത് സൂരസേന. ഇതിൻ്റെ ക്യാപിറ്റലാണ് മധുര. നമ്മുടെ തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്, അതുപോലെ തന്നെ UPയിലും വേറൊരു മധുരയുണ്ട്. ഇത് UPയിലെ മധുരയായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഓർമ്മിച്ചത് ഈ സേന എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സൈന്യം, അതായത് ഒരു കൂട്ടമായിട്ട് ആൾക്കാർ പോകുന്നതാണല്ലോ സേന എന്ന് പറയുമ്പോൾ.
അതൊരു സേന പോലെ പോവുക. അപ്പോൾ സാധാരണ ഈ ഈച്ച, പാറ്റ, പല്ലി അതെല്ലാം ഒറ്റക്കൊറ്റക്കല്ലേ പോലെ. പക്ഷേ എങ്കിൽ ഉറുമ്പ് ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് ലൈനായിട്ടല്ലേ ഉറുമ്പ് പോവുക. ഉറുമ്പ് സാധാരണ ഇങ്ങനെ ഒരു ഒറ്റക്ക് പോകില്ലല്ലോ, ലൈനായിട്ടല്ലേ പോകില്ല. അപ്പോൾ ഉറുമ്പ് എന്താണ്, ഉറുമ്പ് ഒരു സൈന്യത്തോട് ഒരു സേനയായിട്ടാണ് ഇപ്പം പോവുക. അപ്പോൾ അത് ഓർമ്മിക്കുക. അപ്പോൾ സുരസേന എന്ന് പറയുമ്പോൾ ഒരു സേനേനെ ഓർമ്മിക്കുക. സേന എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഉറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എവിടത്തേക്കാണ് ഈ പോകുന്നത്, അവസാനം എത്തുന്നത് എവിടത്തേക്കാണ്, പഞ്ചസാരേൻ്റെ പാത്രത്തിലേക്കായിട്ടായിരിക്കും. പഞ്ചസാര ഇട്ട പാത്രത്തിലേക്കായിട്ടായിരിക്കുമല്ലേ ഈ ഉറുമ്പ് പോകുന്നത്. അപ്പോൾ പഞ്ചസാര എന്താണ്, മധുരം. അപ്പോൾ മധുരമുള്ള സ്ഥലത്തേക്ക് ഉറുമ്പ് സേനയായിട്ട് പോകും. അപ്പോൾ മധുര. അപ്പോൾ സേനയായിട്ട് പോകുന്നത് ഉറുമ്പ് പോകുന്നത് മധുരം, പഞ്ചസാര തിന്നാൻ. അപ്പോൾ അത് മധുര. അപ്പം അതിൻ്റെ അകത്ത് സുരസേന മധുര എന്ന് കിട്ടി. അടുത്തത് പാഞ്ചാല. പാഞ്ചാല എന്ന് പറയുമ്പോൾ പാഞ്ചാലി. പിന്നെ അച്ചി ഛത്ര, അതുപോലെ കാമ്പില്യ. ഇതിലൊരു കോഡുണ്ട്, പക്ഷെ ഇത് അടുത്തത് നോക്കാം. പാഞ്ചാല, കാമ്പില്യ, അതൊരു കോഡുണ്ട്. അടുത്തത് കുരു. കുരു എന്ന് പറയുമ്പം പിന്നെ നമ്മുടെ ഒരു വിശ്വഗുരു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന മുഖാരം വിശ്വഗുരു. വിശ്വഗുരു എന്നില്ലെങ്കിലും ഗുരു നോക്കുക. വിശ്വഗുരു എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആര്, മോദിജി. അപ്പോൾ വിശ്വഗുരു മോദിജി എവിടെയാണ് ഉണ്ടാവുക, ഡൽഹിയിൽ. അതായത് കുരു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കുരുക്ഷേത്രമൊക്കെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പാണ്ഡവന്മാരുടെ ക്യാപിറ്റലാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത്. അല്ലെങ്കിലും ഈ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സ്ഥലത്തിനെയൊക്കെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയലുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ക്യാപിറ്റൽ അത് ന്യൂഡൽഹിയാണ്. അപ്പോൾ കുരു എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥം, ആ രീതിയിൽ ഓർമ്മിക്കാം. കറക്റ്റ് ഡൽഹി അല്ല, മീററ്റ് കുറച്ചും കൂടെ മേലെയാണ്. ഡൽഹിൻ്റെ ലേശം മേലെയുള്ള സ്ഥലമാണ് മീററ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പോഴത്തെ മോഡേൺ ലൊക്കേഷനാണ്. ബറേലി എവിടെയാണ്, നമ്മളെ ഇന്ദിരാഗാന്ധിൻ്റെ സ്ഥലം. അപ്പോൾ ആദ്യത്തെ ഒരു 8 എണ്ണം നോക്കി. ഇനി അടുത്തത് മത്സ്യൻ്റെ ക്യാപിറ്റലാണ് വിരാട് നഗർ. ഇത് ഓർമ്മിക്കാൻ പിന്നെ നമ്മളെ ക്രിക്കറ്റ് കളിക്കുന്ന വിരാട് കോഹ്ലിൻ്റെ ശക്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ വിരാട് കോഹ്ലി പറഞ്ഞത്, ഈ പച്ച മീനുണ്ടല്ലോ, വേവിക്കാത്ത പച്ച മീൻ തിന്നുന്നതാണ് വിരാട് കോഹ്ലിൻ്റെ ശക്തിൻ്റെ രഹസ്യം എന്നാണ് പറഞ്ഞത്. അതായത് വിരാട് കോഹ്ലിൻ്റെ ശക്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പച്ച മീൻ തന്നെ. ഇങ്ങനെ പച്ച മീൻ വേവിക്കാണ്ട് തിന്നും, പച്ച മീൻ. അപ്പോൾ ഈ മത്സ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മീൻ കിട്ടുമല്ലോ, മത്സ്യം എന്ന് പറയുമ്പോൾ മീൻ. ഈ പച്ച മീൻ തിന്നുന്നതാണ് വിരാട് കോഹ്ലിൻ്റെ രഹസ്യം. അപ്പോൾ അവിടുന്ന് എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യുക. വിരാട് കോഹ്ലി, വിരാട് നഗർ. മത്സ്യം എന്ന് പറയുമ്പോൾ മീൻ, പച്ചമീൻ തിന്നതാണ് വിരാട് കോഹ്ലിൻ്റെ ശക്തിൻ്റെ രഹസ്യം. അപ്പോൾ വിരാട് കോഹ്ലി. അടുത്തത് ചേടി എന്ന് പറയുമ്പോൾ ആ ലൊക്കേഷൻ മനസ്സിലേക്ക് വരണം. ഇങ്ങനെ ആദ്യത്തെ ഒരു ലൈൻ 2 എണ്ണം കൂടെ, ഗാന്ധിജി കമ്പ് കൈ പിടിക്കുന്നു, GK. അടുത്തത് ഒരു 10 എണ്ണം ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ എന്നുള്ള ഒരു ട്രയാങ്കിൾ വരക്കും ഇങ്ങനെ, രാജസ്ഥാൻ മധ്യപ്രദേശ് ഭാഗത്ത്. അപ്പോൾ എന്തായി, MAC M എന്ന് പറയുന്നത് ഈ പറഞ്ഞ മത്സ്യ, A അവന്തി, ചേടി. അപ്പോൾ ഇതെന്താ, MAC. മത്സ്യം ഉണ്ടാവുക ചളിയിൽ, ചേടി. പിന്നെ ആർക്ക് കൊടുക്കാനാണ് മത്സ്യം, അവന് കൊടുക്കുക. അപ്പോൾ അവന്തി, അല്ലെങ്കിൽ വണ്ടി കയറ്റി കൊണ്ടുവന്നു, ആ വണ്ടി, അങ്ങനെ എന്തെങ്കിലും ഓർമ്മിക്കും. അവന്തി, മത്സ്യ, ചേടി, അവന്തി. അപ്പോൾ ഈ ചേടീൻ്റെ ക്യാപിറ്റലാണ്, ചേടിക്ക് പറയും ചേത്യ എന്നും പറയും. ചേടി അഥവാ ചേത്യ. സോദീവതി അഥവാ ബണ്ട, അതിങ്ങനെ ഓർമ്മിക്കുക. പിന്നെ അടുത്തത് അവന്തി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു സ്ഥലം മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ല, നമ്മുടെ മധ്യപ്രദേശ് ഭാഗത്ത്. അപ്പോൾ മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഉജ്ജയിനി. അപ്പോൾ അവന്തി എന്ന് പറയുമ്പോൾ ഉജ്ജയിനി. ആ ലൊക്കേഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ സ്ഥലം കിട്ടും. കാരണം ഇത് ഏകദേശം ഗുജറാത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് അവന്തി വരിക. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് നടുവിൽ മധ്യപ്രദേശിലാണ് വരിക. അപ്പോൾ ഉജ്ജയിനി അവിടുത്തെ ക്യാപിറ്റൽ. മഹിഷ്മതി, ബാഹുബലിയിലെ ഡയലോഗ് ഓർമ്മിച്ചാൽ മതി, മഹിഷ്മതി. അടുത്തത് നമ്മൾ പറഞ്ഞു കാശ്മീരിൻ്റെ മേല റാവൽപിണ്ടി എവിടെയാണ്, പാകിസ്ഥാനിലെന്നുള്ള സ്ഥലമാണ് റാവൽപിണ്ടി. അപ്പോൾ ആ ലൊക്കേഷൻ ഏകദേശം മനസ്സിൽ വരണം. ഗാന്ധിജി കയ്യിലൊരു കമ്പ് പിടിച്ച് നിൽക്കുന്നു, ഗാന്ധിജീൻ്റെ കയ്യിലൊരു കമ്പ്. അപ്പോൾ ഗാന്ധാരിയും കമ്പോജിയും. ഈ ഗാന്ധാരയിലാണ് നമ്മളെ പഴയ തക്ഷശില യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഓർമ്മിക്കുക, ഗാന്ധാര, തക്ഷശില. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് യൂണിവേഴ്സിറ്റികൾ, തക്ഷശില,
അതുപോലെ ബീഹാറിലെ നളന്ദ, വിക്രമശില, ഉദാന്തപുരി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില. അപ്പോൾ അതുള്ളത് എവിടെയാണ്? GK, ഗാന്ധാര, കംബോജ, കാശ്മീരിൻ്റെ മേല, പാകിസ്ഥാൻ ഭാഗത്ത് റാവൽപിണ്ടി. അടുത്ത അതുപോലെ തന്നെ കംബോജ്. അപ്പോൾ ഗാന്ധാര ഇങ്ങനെ ഓർമ്മ വരും തക്ഷശിലയുടെ ലൊക്കേഷൻ അറിയുന്നവർ. അടുത്തതാണ് കാംബോജ്. കംബോജ് എന്ന് പറയുമ്പം ക്യാപിറ്റൽ പൂഞ്ച. ഇതാന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ഹജ്ര എന്നാണ് ഇപ്പോഴത്തെ ആ സ്ഥലത്തിൻ്റെ പേര്, ഹജ്ര. കാംബോജ് എന്ന് പറയുമ്പോൾ ഈ പറയുമ്പം തന്നെ അതിൻ്റെ അകത്തൊരു പൂച്ചയുണ്ട്. കാംബോജ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പൂച്ചയുണ്ട്. ഒന്നിക്ക് കണ്ടം പൂച്ച എന്ന് ഓർമ്മിക്കുക. കാംബോജ് എന്ന് പറയുമ്പോൾ കണ്ടം പൂച്ച. കണ്ടം പൂച്ച എന്ന് പറയുന്ന ഒരു ടൈപ്പ് പൂച്ചയുണ്ടല്ലോ, കുറച്ച് വലിയ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കാംബോജ്, കണ്ടം പൂച്ച, ബൂജ് എന്നുള്ളത് പൂച്ചയാക്കുക. അപ്പോൾ ആ പൂച്ചയെന്ന് എന്തായി? കണ്ടം പൂച്ചയെന്ന് പൂഞ്ച. അപ്പോൾ കംബോജ്, ബോജിനെ പൂച്ചയാക്കുക. കംബോജ്, കണ്ടം പൂച്ച, പൂച്ചയെന്ന് പൂഞ്ച. എളുപ്പത്തിൽ കിട്ടി. അടുത്ത് അസ്മക. അസ്മക എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഏറ്റവും സൗത്തിലുള്ള, ഒരുപാട് നോർത്തിലേത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സൗത്തിലുള്ളതാണ് അസ്മക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം മഹാരാഷ്ട്രയിലാണ് വരുന്നത്. അപ്പം പൈത്താൻ, പൈത്താൻ എന്നാണ് ആ ക്യാപിറ്റലിൻ്റെ പേര്. പ്രതിഷ്ഠാൻ അഥവാ പൈത്താൻ. അപ്പോൾ പൈത്താൻ എന്നുള്ള പേര് ഏകദേശം മനസ്സിലാവില്ല, സൗത്തിൽ വരുന്നതാണ്. അടുത്തത് പിന്നെ വജ്ജി. നമ്മൾ KP, KV, UP KP, KV, VAM, അതിൽ KP, KM, KP കേശവ മേനോൻ, VAM വാടാ മകനെ. അപ്പോൾ അതിൽ ഈ V ആണ് വജ്ജി. വജ്ജി എന്ന് പറയുന്നത് വൈശാലി. അത് വജ്ജി വൈശാലി, വജ്ജി വൈശാലി. വജ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പ്രധാനപ്പെട്ട ക്ലാനുകൾ ചേർന്നിട്ടുള്ള ഒരു മഹാജനപദമാണ് വജ്ജി. അത് ഇപ്പോൾ ഈ ലൊക്കേഷൻ ഏകദേശം വജ്ജി എന്ന് പറയുമ്പോൾ ഈ സ്ഥലം ഏകദേശം ഓർമ്മ വരണം. കുരു, പാഞ്ചാല, കോസല, ഷാള്, മല്ല, വജ്ജി, അങ്ക. അപ്പോൾ ഈ മഗധ. ഈ വജ്ജീൻ്റെ ക്യാപിറ്റൽ വൈശാലി. അടുത്ത മല്ല. മല്ല എന്ന് പറയുമ്പം കുഷി എന്ന് പറഞ്ഞാൽ ഹാപ്പി. മല്ല കുഷി, അത് ഓർമ്മിക്കുക. മല്ല കുഷി ഒരു കോഡുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 6 എണ്ണം കഴിഞ്ഞു. 6ൻ്റെയും ക്യാപിറ്റൽ ഏകദേശം നോക്കി. അപ്പോൾ ഇവിടെ ഒന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വജ്ജി എന്ന് പറയുന്നത് 8, ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. 8 ക്ലാനുകൾ ചേർന്നിട്ടുള്ള മഹാജനപദം ഏതാണ്? അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചെണ്ണം വരും. ജ്ഞാനാത്രിക, വിദേഹ, ലിച്ചവി. ഇതിലൊക്കെ രാജകുമാരിമാരെ കല്യാണം കഴിക്കുന്ന ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. അത് വരുന്നുണ്ട്. ലിച്ചവി ക്ലാനിലെ രാജകുമാരിയെ കല്യാണം കഴിക്കുന്ന ആര്? ജ്ഞാനാത്രിക ക്ലാന്. അപ്പോൾ ഈ വജ്ജി എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക 8 ക്ലാനുകൾ ചേർന്നതാണ്. ഇനി പ്രധാനപ്പെട്ട മഹാജനപദങ്ങളുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇങ്ങനെ ഈ 16 എണ്ണവും കുറച്ചു കാലം ഇങ്ങനെ പോയപ്പോൾ അതിൽ ഒരുപാട് അഡ്വാൻറ്റേജുകൾ കൊണ്ട്, കാരണങ്ങൾ കൊണ്ട് ഈ മഗധ എംപയർ വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന ഈ മഗധ എംപയർ. ഇനി അടുത്ത് നോക്കാനുള്ളത് ഇതിനെ സെപ്പറേറ്റ് ആണ്. ഈ മഗധ എംപയർ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ ഡൈനാസ്റ്റികൾ ഏതൊക്കെ റൂളേഴ്സ് എന്നുള്ളതാണ്. അത് മഗധ എംപയർ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒന്നുകൂടെ നോക്കുമ്പം ആദ്യം മഹാജനപദങ്ങളെ പറ്റി പറയുമ്പോൾ പണ്ടത്തെ ആദ്യം നമ്മൾ ദശരഥ വാറിനെ പറ്റി പറഞ്ഞു. അതിൽ കുരു വന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള 2-3 ടെക്സ്റ്റുകൾ ഇതിൽ വേറൊരു PDF കൂടെ നോക്കാം. ഈ ഒരു PDF വെച്ചിട്ട്, ഇതൊക്കെ ഹിന്ദിക്കാരെ മെയിൻ PDFകളാണ്. ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം നോക്കാം എന്താണ് മഹാജനപദ്. അപ്പോൾ വേദ കാലഘട്ടത്തിന് ശേഷം ഏർലി വേദിക് പീരീഡിൽ നിന്ന് ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ അയേണിൻ്റെ കണ്ടുപിടുത്തം നടന്നു. അങ്ങനെ ഇരുമ്പ് കണ്ടുപിടിച്ചത് കൊണ്ട് അവിടെ ഈ വനം, അതായത് ഫോറസ്റ്റ് വെട്ടിത്തെളിക്കാനും അത് കൃഷി ചെയ്യാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഏർലി വേദിക് പീരീഡിൽ നിന്ന് ലേറ്റർ വേദിക് പീരീഡിലേക്ക് അയേണ് കണ്ടുപിടിച്ചു. അയേണ് കണ്ടുപിടിച്ചതിനുമായിട്ട് ഈ സ്ലാഷ് ആൻഡ് ബേണ്, നമ്മളെ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ആയുധങ്ങളിലൊക്കെ അയേണിൻ്റെ കണ്ടുപിടുത്തത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കൂട്ടമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഒരു ക്ലാനായിട്ട് താമസിക്കുന്നത് ജന എന്ന് പറയുന്ന കുറച്ചും കൂടെ വലിയ രൂപമായി. പിന്നെ ജന ചേർന്നിട്ട് ഒരുപാട് മഹാജനപദങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ SSC പ്രകാരം 16 മഹാജനപദങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തെളിവ് എവിടെ നിന്ന് കിട്ടി? അതാണ് ഇവിടെ ആദ്യം മെൻഷൻ ചെയ്യുന്നത്. സാൻസ്കൃത് ഗ്രാമറിൻ്റെ ഏറ്റവും പഴയ പുസ്തകം എന്ന് പറയുന്ന പാണിനിയുടെ അഷ്ടധ്യായി, അതിൽ 40 ജനപദങ്ങളെ പറ്റിയിട്ട്, പദ എന്ന് പറഞ്ഞാൽ കാല്, ജനങ്ങളുടെ കാല് വരുന്ന ഏരിയ, ബാക്കിയൊക്കെ കാടായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ജനപദ്. അങ്ങനത്തെ 40 എണ്ണത്തിനെ പറ്റിയിട്ട് അഷ്ടധ്യായിൻ്റെ പാണിനിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൻഷ്യൻ്റ് ഇന്ത്യേൻ്റെ തെളിവുകൾ കിട്ടുന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ നിന്നാണ്.
ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറായ അംഗുത്തര നിക്കായയിൽ 16 മഹാജനപദങ്ങളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിഗ് നിക്കായയിൽ 12 മഹാജനപദങ്ങളെ പറ്റിയിട്ടുണ്ട്. ജെയിൻ ലിറ്ററേച്ചർ ഭഗവതി സൂത്ര അതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഭരണം ഏത് രീതിയിലാണ്. ഈ മഹാജനപദങ്ങളിൽ 16 എണ്ണത്തിൽ 5 എണ്ണം എന്താണ്, മൾട്ടിപ്പിൾ റൂളേഴ്സാണ്. അതിന് ആ കാലത്തെ റിപ്പബ്ലിക് എന്ന് പറയാം. ഇപ്പോഴത്തെ റിപ്പബ്ലിക് അല്ല, എലക്റ്റഡ് ഹെഡ് എന്നുള്ള അർത്ഥമല്ല. അതിന് പകരമായിട്ട് ഒരാൾ, ഒരു രാജാവ് തീരുമാനം എടുക്കുന്നതിന് പകരം ഒരു പറ്റം ആളുകൾ ചേർന്നിട്ടുള്ള ഇത് ഇൻഡസ് വാലിയിലും ഒക്കെ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ അതിന് കോഡായിട്ട് പഠിക്കുന്നത് വക്കം. വക്കം മൗലവി എന്ന് ആലോചിക്കുക. വക്കം VAKKM. ഇത് വേണമെങ്കിൽ മറ്റേ PDF നിന്ന് ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിയാൽ ഒന്നും കൂടെ ഓർമ്മ വെക്കും. ലാസ്റ്റ് നോക്കാം. ഇത് V വജ്ജി, A അങ്ക അല്ല A അസക, K കുരു കംബോജ, പിന്നെ മല്ല. ഈ ഫിഗറിൽ നമ്മളെ വക്കം VAKKM, അതായത് റിപ്പബ്ലിക് ആയിട്ടില്ലേ മഹാജനപദങ്ങളുടെ കോഡാണ് 5 എണ്ണം വക്കം. അതിൽ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വജ്ജി, പിന്നെ ഇവിടെ തന്നിട്ടുള്ള മല്ല, പിന്നെ കുരു, ഗാന്ധാര, ഏറ്റവും അവസാനം അസ്മാക. അപ്പോൾ ഈ ഫിഗർ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ ഇങ്ങനെ നേരെ ലൈനിൽ ഈ അറ്റത്തത് ഈ 4 എണ്ണത്തിൽ കെയും എമ്മും ഈ 2 സെറ്റ്, ഇത് 2 സെറ്റായിട്ട് ഇപ്പോൾ ഇവിടെ UP ബീഹാർ കട്ട് വരും. ഇപ്പോൾ ഈ 2 അറ്റം, UPൻ്റെ 2 അറ്റം കെയും എമ്മും, കുരു മല്ല, അതുപോലെ വജ്ജി, പിന്നെ ഏറ്റവും അവസാനം അസ്മാക. ഈ ഫിഗർ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ വരും. ഈ 2 എണ്ണം, പിന്നെ ഒരു 10 എണ്ണം, പിന്നെ ഒരു ട്രയാങ്കിൾ ഇത്, അതിൻ്റെ അകത്ത് ഈ കാംബോജ ഇവിടെയുള്ള 2 എണ്ണം, പിന്നെ ഈ അറ്റത്തെ വജ്ജി, പിന്നെ അസ്മാക. ഇങ്ങനെയാണ് ഈ 5 എണ്ണം. വക്കം എന്നുള്ള കോഡ് ഓർമ്മിച്ചാൽ മതി. അടുത്തത് നോക്കാനുള്ളത് മഹാജനപദങ്ങൾ, അതിൻ്റെ ക്യാപിറ്റൽ. ആദ്യം അങ്ക. അങ്കേൻ്റെ ക്യാപിറ്റൽ, അങ്ക എന്ന് പറയുമ്പോൾ കൈ എന്നുള്ളത് ഓർമ്മ വരിക. കൈ നീട്ടിയിട്ട് ഒരു ചാമ്പക്ക പറിച്ചു, ചാമ്പ. മഗധ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പഠിക്കും. ഇതാണ് ക്യാപിറ്റൽ. രാജഗിർ അഥവാ പാടലിപുത്ര, ഇത് മാറിപ്പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പുറത്താണ് വേണ്ടത്. രാജഗിർ, പിന്നീട് അത് മാറിയിട്ട് പാടലിപുത്രയായി. ഇതെന്തുകൊണ്ടാണ് ഇത് രണ്ടും മഗധേൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി, ഇതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കാരണമായി എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം. കാശി എന്ന് പറയുന്നത് കാശി, വാരണാസി, ബനാറസ്. കാശീൻ്റെ ക്യാപിറ്റലാണ് വാരണാസി. വത്സ എന്ന് പറയുമ്പോൾ വത്സ കൗസുംബി, അഥവാ ഒരു മൂസമ്പി ജ്യൂസ് പോരട്ടെ, വത്സ മൂസമ്പി ജ്യൂസ്. കോസല എന്ന് പറയുമ്പോൾ ഷാൾ ഓർമ്മ വരിക, ഷാള്. ഷാള് എന്ന് പറയുമ്പോൾ അടുത്തത് വേഷ്ടി, വേഷ്ടി എന്ന് ഓർമ്മിക്കുക. രണ്ടാമത്തെ ക്യാപിറ്റൽ കോസൽപൂർ രാജ എന്നാണ് രാമനെ വിളിക്കുന്നത്. കോസൽപൂർ രാജ, അപ്പോൾ രാമൻ ജനിച്ച സ്ഥലം. രാമലല്ല, അയോധ്യ. സുരസേന, സേന എന്ന് പറയുമ്പോൾ ഉറുമ്പ് ലൈനായിട്ട് പോകുന്നത് ഓർമ്മിക്കുക. ഉറുമ്പ് ഇങ്ങനെ പോയി ലൈനായിട്ട് പോകുന്നത്. ഉറുമ്പ് എടുത്തേക്കാണ് പോകുന്നത് പഞ്ചസാര പാത്രത്തിലേക്ക്. പഞ്ചസാര എന്ന് പറയുമ്പോൾ മധുരം. ശുരസേന, മധുര. പാഞ്ചാല കാമ്പില്യ. കുരു എന്ന് പറയുന്നത് വിശ്വകുരു എന്ന് പറയുമ്പോൾ മോദിജി എവിടെയാണ് ഉണ്ടാവുക, ഡൽഹിയിൽ. കുരു അല്ലെങ്കിൽ കുരു മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം, പാണ്ഡവന്മാരും കൗരവന്മാരും. ഇതിലെ പാണ്ഡവന്മാരുടെ ക്യാപിറ്റൽ അല്ലേ ഇന്ദ്രപ്രസ്ഥം. അപ്പോൾ മീററ്റിലാണ് ഇപ്പോഴത്തെ സ്ഥലം. കുരുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥലം ഡൽഹി അല്ല, മീററ്റാണ് കറക്റ്റ്. മത്സ്യ എന്ന് പറയുമ്പോൾ മീൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരേണ്ടത് വിരാട് കോഹ്ലിൻ്റെ ശക്തിൻ്റെ രഹസ്യം പച്ചമീൻ തിന്നതാണ്. അപ്പോൾ മത്സ്യം എന്ന് പറയുമ്പോൾ മീൻ, വിരാട് കോഹ്ലി, വിരാട് നഗർ. ചേടി എന്ന് പറയുമ്പോൾ ബണ്ട. അവന്തി എന്ന് പറയുമ്പം അതിൻ്റെ ലൊക്കേഷൻ ഓർമ്മ വരും. അവന്തി ഏകദേശം മധ്യപ്രദേശിലാണ് വരുന്നത്. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഉജ്ജയിനിയിലെ നായിക എന്നുള്ള പാട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ബാഹുബലിയിലെ ഡയലോഗ് മഹിഷ്മതി. അടുത്തത് ഗാന്ധാർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി ഭാഗത്താണ്. അപ്പോൾ ഇന്ത്യയിലല്ല, ഒരുപാട് മേലെയാണ്. അപ്പോൾ ഇത് ഏകദേശം ഓർമ്മിക്കുക. നമ്മളെ ഇവിടെ മറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ളതുപോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില. കംബോജ് എന്ന് പറയുമ്പോൾ കമ്പൂച്ച, കാടമ്പൂച്ച, കണ്ടംപൂച്ച, പൂച്ചയെന്ന് പൂഞ്ച. അസ്മക ഏറ്റവും സൗത്തിലുള്ളതാണ് പൈത്താൻ അഥവാ പ്രതിഷ്ഠാൻ. പിന്നെ വജ്ജി എന്ന് പറയുമ്പോൾ വൈശാലി, വജ്ജി. വാക്കുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വൈശാലി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു വഞ്ചിയിൽ ഇങ്ങനെ പോകുന്നതായിട്ട് ഓർമ്മിക്കുക, വൈശാലി.
വൈശാലി ഒരു വഞ്ചിയിൽ തുഴഞ്ഞു പോകുന്നത്. അടുത്ത് മല്ല, മല്ല കുശി, കുശിനാര. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ മഗധിയായിട്ട് ചേർന്നിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം.